ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, മറ്റു സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മുത്തുനബിയുടെ പ്രിയപുത്രി ഫാത്തിമ ബീവിയുടെ കഥയാണ്. ഫാത്തിമ ബീവിയുടെ ഭർത്താവ് ആയിരുന്നു. ഒരു ദിവസം ഫാത്തിമ ബീവി തന്റെ ഭർത്താവിനെയും കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഭർത്താവ് വന്നാൽ ഒരു ഉണ്ണാമ്പഴം വാങ്ങിച്ചു തരാൻ പറയണം. ഉണ്ണാമ്പഴം തിന്നാൻ എന്ത് രസം എന്ന് ഫാത്തിമ ബീവി ആലോചിച്ചു. അപ്പോൾ കടന്നു വരുമ്പോൾ ഭർത്താവ് ഫാത്തിമ ബീവി ഭർത്താവിനോട് കാര്യം പറഞ്ഞു. എനിക്ക് ഉണ്ണാമ്പഴം തിന്നാൻ പൂർത്തിയായിട്ടില്ല, ഒരു ഉണ്ണാമ്പഴം വാങ്ങിച്ചു തരുമോ? നല്ല ഭർത്താവല്ലേ? അത് കേട്ട പറഞ്ഞു, ഇപ്പോൾ ഞാൻ അങ്ങാടിയിൽ നിന്ന് ഉണ്ണാമ്പഴം വാങ്ങിച്ചു തരാം. പക്ഷേ അലിറളിയല്ലാഹുവിന്റെ കയ്യിൽ ഉണ്ണാമ്പഴം വാങ്ങാനുള്ള പണമില്ലായിരുന്നു. തോട്ടത്തിൽ ജോലിക്ക് കയറി വൈകുന്നേരം വരെ പണിയെടുത്തു. എന്നിട്ട് കിട്ടിയ പണികളുടെ ഒരു ഉണ്ണാമ്പഴം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒരു ഫക്കീർ വളരെ തരണം ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അയാൾക്ക് ഒരു പഴം കൊടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് വന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഫാത്തിമ ബീവിയോട് പറഞ്ഞു. നിനക്ക് വാങ്ങിയ റുമാൻ ഞാൻ ശരിയാക്കി ചെയ്തു. ഭർത്താവ് ചെയ്ത നല്ല കാര്യത്തിന് ഭർത്താവിനെ പ്രശംസിച്ചു. കൂട്ടുകാരെ, നാം